പ്ലസ് ടു ഫിസിക്സിലെ സൈക്ലോട്രോൺ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇഒ ലോറൻസ് ആൻഡ് എം.എസ്. ലിവിങ്സ്റ്റൺ ഇവരാണ് ആദ്യമായി സൈക്ലോട്രോൺ നിർമ്മിച്ചത്. അവർ നിർമ്മിച്ച സൈക്ലോട്രോണിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് സൈക്ലോട്രോൺ എന്ന് നമുക്ക് നോക്കാം. Cyclotron is a particle accelerator used to accelerate charged particles or ions to very high energy. ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ അയോണുകളെ ഒരു വലിയ എനർജിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സൈക്ലോട്രോൺ. Cyclotron is a particle accelerator used to accelerate charged particles or ions to very high energy. ചാർജ് ഉള്ള കണങ്ങളെ മാത്രമേ സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈസ് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സിനെ ആധാരമാക്കിയാണ് സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് എക്സാമിന് ചോദിച്ചാൽ ലോറൻസ് ഫോഴ്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. എന്നാൽ കൂടിയ മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിള് വിശദീകരിച്ച് എഴുതേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ ചാർജ് പാർട്ടിക്കിൾ എൻഡേഴ്സ് ടു എ നോർമൽ മാഗ്നറ്റിക് ഫീൽഡ് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത് ആൻഡ് പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റ് ഇറ്റ്സ്. ഒരു ചാർജ് ഉള്ള പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് നോർമലായി സഞ്ചരിക്കുമ്പോൾ അത് ഒരു സർക്കുലർ പാത്തിലൂടെയായിരിക്കും മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ചാർജുള്ള കണികയെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർമലായി വെച്ചാൽ അത് ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യും. അതുപോലെ അതിനെ ഒരു പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരേ ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിനെ നോർമലായി വെച്ചാൽ അതൊരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യും. അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൂടി അതിന് പെർപെൻഡിക്കുലറായി പ്രൊഡ്യൂസ് ചെയ്താൽ ഈ പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ഇതാണ് സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലോറൻസ് ഫോഴ്സിനെ ആധാരമാക്കിയാണ് ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് നോർമലായും ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായും വെച്ചിരുന്നാൽ അത് ഒരു സർക്കുലർ പാത്തിലൂടെ ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ഇതാണ് സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് സൈക്ലോട്രോൺ നിർമ്മിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ D1 D2 എന്ന് കാണിച്ചിരിക്കുന്നത്. D1 ആൻഡ് D2 എന്ന് പറയുന്നത് ഹോളോ ചേമ്പേഴ്സ് ആണ്. ഡിയുടെ ഷേപ്പിലുള്ള, ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ഡിയുടെ ഷേപ്പിലുള്ള ഹോളോ ആയിട്ടുള്ള മെറ്റാലിക് ചേമ്പേഴ്സാണ്. പൊള്ളയായിട്ടുള്ള രണ്ട് മെറ്റാലിക് ചേമ്പേഴ്സാണ് D1ഉം D2ഉം. ഇനി ഇവിടെ നമ്മൾ ചാർജ് അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടാനുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ കൊടുക്കുന്ന സോഴ്സാണ് എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് രണ്ട് സെമി സർക്കുലർ മെറ്റാലിക് ഹോളോ ചേമ്പേഴ്സ് D1 ആൻഡ് D2. ഇവയെ നമ്മൾ ഡീസ് എന്നാണ് പറയുന്നത്. DEES ഡീസ്. ഇവയുടെ സെൻറ്ററിലായിട്ട് അല്ലെങ്കിൽ ആ മിഡ് പോയിന്റിലായിട്ട് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടാനുള്ള പാർട്ടിക്കിളിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആ സോഴ്സാണ് എസ് എന്നിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഈ D1 ആൻഡ് D2വിന് നോർമലായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നമുക്കിവിടെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഈ D1 D2വിൻ്റെ ബാക്ക് സൈഡിലും അതിൻ്റെ ഫ്രണ്ടിലുമായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുക, അവരുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ടാണ് ഇവിടെ ബി ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ, ഈ പ്ലെയിനിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ബി ഔട്ട്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് D1 ആൻഡ് D2വിന് നോർമലായിട്ട് വരത്തക്ക രീതിയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ബി ഔട്ട് എന്ന്, മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലെയിനിന് ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു
ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. D1 D2 നമ്മളിവിടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസാണ് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഓസിലേറ്റർ എന്താണെന്നൊക്കെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ക്ലിയർ ആയിക്കോളും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഓസിലേറ്റർ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയാകും. റേഡിയോ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന RF ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യും. ഇനി അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നതനുസരിച്ച് അതിൻ്റെ ഈ സർക്കിളിൻ്റെ റേഡിയസ്, അത് മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇത് നോക്കുക, ഇവിടെ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്പൈറൽ പാത്താണ്. ഇനി സ്പൈറൽ പാത്താണ്. അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഇൻക്രീസിങ് റേഡിയസ് ഉള്ള ഒരു സ്പൈറൽ പാത്തിലൂടെയാണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. നോക്കുക, ഇതിങ്ങനെ മൂവ് ചെയ്ത് ഓരോ തവണയും റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്ത് വരികയും ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന D1 D2 എന്ന് പറയുന്ന ഈ ഡീസിൻ്റെ റേഡിയസിനോട് ഈക്വൽ ആകുന്ന സമയത്ത് ഇവിടെ ഒരു എക്സിറ്റ് പോർട്ട് ഉണ്ട്. പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വഴിയുണ്ട്, എക്സിറ്റ് പോർട്ട്. ഈ എക്സിറ്റ് പോർട്ടിലൂടെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ പുറത്തേക്ക് വരുന്നു. അതൊരു ടാർഗറ്റിൽ വന്ന് പതിക്കുന്നു. നമുക്ക് അവിടെ നിന്ന് തന്നെ സ്വീകരിക്കാൻ പറ്റും. അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സെൻറ്ററിൽ നമ്മൾ കൊടുക്കുന്ന ആ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും മൂലം എന്ത് ചെയ്യുന്നു? സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. അതിൻ്റെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നതനുസരിച്ച് അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയും D1 D2 റേഡിയസിന് ഈക്വൽ ആവുന്ന കേസിൽ അത് എക്സിറ്റ് പോർട്ടിലൂടെ ഹൈ എനർജിയിൽ ആക്സിലറേറ്റ് ചെയ്ത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. സൈക്ലോട്രോൺ കൺസിസ്റ്റ് ഓഫ് 2 സെമി സർക്കുലർ D ഷേപ്ഡ് ചേമ്പേഴ്സ് കോൾഡ് ഡീസ്. ഡിയുടെ ഷേപ്പിലുള്ള സെമി സർക്കുലർ ആയിട്ടുള്ള ചേമ്പേഴ്സാണ് ഡീസ് എന്നറിയപ്പെടുന്നത്. DWS. An RF oscillator to produce electric field. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. എ സോഴ്സ് അറ്റ് ദ സെൻറ്റർ ടു പ്രൊഡ്യൂസ് അയോൺസ് ആൻഡ് സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവയുടെ സെൻറ്ററിലായിട്ട് D1 D2 സെൻറ്ററിലായിട്ട് നമുക്ക് അയോണുകളെ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു സോഴ്സ് ഉപയോഗിച്ചിരിക്കുന്നു. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. The whole arrangement is placed in an evacuated chamber to minimize collisions between ions and air molecules. തന്നിരിക്കുന്ന D1 D2 RF ഓസിലേറ്റർ തുടങ്ങിയ ഈ മുഴുവൻ അറേഞ്ച്മെൻറ്റും ഒരു വായു നീക്കം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇവാക്യുവേറ്റഡ് ചേമ്പറിനുള്ളിലായിട്ടാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എ പോസിറ്റീവ് അയോൺ എമിറ്റഡ് ഫ്രം ദ സോഴ്സ് ഈസ് ഇൻജെക്റ്റഡ് ബിറ്റ്വീൻ ദ ഗ്യാപ്പ് ഓഫ് ഡീസ്. D1 D2 എന്ന് പറയുന്ന 2 ഡീസ് ഉണ്ടെന്ന് പറഞ്ഞു. അവയുടെ സെൻറ്ററിലായിട്ടുള്ള സോഴ്സ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ ഗ്യാപ്പിൽ അല്ലെങ്കിൽ സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ പോസിറ്റീവ് അയോണിനെ അല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പാർട്ടിക്കിളിനെ നമ്മളവിടെ ഇൻജെക്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ടുവേഴ്സ് ദ ഡീസ് ഹാവിങ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഇനി നമ്മുടെ ഫിഗറിലേക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ, അതായത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന പാർട്ടിക്കിളിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ടെർമിനൽ ഉള്ള ഡീസിലേക്ക്, അതായത് നമ്മൾ കൊടുക്കുന്ന RF ഓസിലേറ്റർ D1 എന്ന് പറയുന്നത് D2 എന്ന് പറയുന്ന 2 ഡീസിലേക്ക് കൊടുക്കുമ്പോൾ ഒന്നിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും ഒരെണ്ണത്തിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും ആയിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള ഡിയിലേക്ക് മൂവ് ചെയ്യും. ഇനി ഡ്യൂ ടു ദ നോർമൽ മാഗ്നറ്റിക് ഫീൽഡ് ദ അയോൺ എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് ഈ സമയത്ത് അതിൽ ആക്ട് ചെയ്യപ്പെടുന്നത്. പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. ഇനി അതുമൂലം ഈ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യും. സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. ഇനി ഈ ഗ്യാപ്പിൽ എത്തിക്കഴിയുമ്പോൾ ഈ പൊളാരിറ്റി ഓഫ് ദ ഡീസ്, അതായത് ഈ നമ്മൾ കൊടുക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ പൊളാരിറ്റി മാറും. ആദ്യം ഉണ്ടായിരുന്ന ഡിയിൽ പോസിറ്റീവും രണ്ടാമത്തെ ഡിയിൽ നെഗറ്റീവും ആയിരുന്നെങ്കിൽ
അടുത്ത കേസിൽ അത് നേരെ തിരിച്ചു വരും. അതായത് D1-ൽ നെഗറ്റീവും D2-ൽ പോസിറ്റീവും വരും. ആ സമയത്ത് വീണ്ടും എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജുള്ള ഡിയിലേക്ക് അയോൺ വീണ്ടും ആകർഷിക്കപ്പെടും. ഇങ്ങനെ as the particle is once again accelerated and moves into the other D. ആക്സിലറേറ്റ് ചെയ്യപ്പെട്ട പാർട്ടിക്കിൾ വീണ്ടും അതർ ഡിയിലേക്ക് മൂവ് ചെയ്യും വിത്ത് എ ഗ്രേറ്റർ വെലോസിറ്റി അലോങ് എ സർക്കിൾ ഓഫ് ഗ്രേറ്റർ റേഡിയസ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഈ പാർട്ടിക്കിളിൻ്റെ റേഡിയസ് നമ്മൾ പറഞ്ഞു സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നതനുസരിച്ച് അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. Thus the particle moves in a spiral path of increasing radius. അങ്ങനെ പാർട്ടിക്കിൾ ഓരോ തവണ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതിനാൽ പാർട്ടിക്കിൾ ഒരു സ്പൈറൽ പാത്തിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. സ്പൈറൽ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. When the radius is equal to the radius of D. ഇനി ഈ സ്പൈറൽ പാത്തിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡിയുടെ റേഡിയസിന് ഈക്വൽ ആകുന്ന സമയത്ത് ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട് വിത്ത് ഹൈ എനർജി ആൻഡ് ഹിറ്റ്സ് ദ ടാർഗറ്റ് ടി. അത് നമ്മൾ പറഞ്ഞ എക്സിറ്റ് പോർട്ടിലൂടെ പുറത്തേക്ക് വരികയും ടാർഗറ്റിൽ വന്ന് പതിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി ഇതിൽ നിന്ന് നമ്മൾ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൈനറ്റിക് എനർജി കാണാനും ഫ്രീക്വൻസി കാണാനുമുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ആദ്യം നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു സെൻട്രിപെറ്റൽ ഫോഴ്സ് സർക്കുലർ പാത്തിലൂടെയാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് ഇതിനെ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാൻ ആവശ്യമാകുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. mv²/r. mv²/r. mv². m എന്ന് പറയുന്നത് മാസാണ്, v എന്ന് പറയുന്നതിൻ്റെ വെലോസിറ്റിയാണ്, r എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞ ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. qvb ആണ്. q എന്ന് പറയുന്നത് ചാർജ്, v എന്ന് പറയുന്നത് വെലോസിറ്റി, b മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമുക്കിതിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് v ക്യാൻസൽ ആകാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും mv/, ഇവിടെ v² ഇവിടുത്തെ ഉള്ള വിയും കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ mv/r ഇസ് ഈക്വൽ ടു qb എന്ന് നമുക്ക് ലഭിക്കും. നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടത്, വെലോസിറ്റി ഇസ് ഈക്വൽ ടു നമ്മുടെ ഉള്ള എമ്മിനെയും ആറിനെയും കൂടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. qbr/m എന്ന് നമുക്ക് ലഭിക്കും. ഇപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിനെയും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെയും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. v is equal to qbr/m. From this we can say that the velocity of the particle is directly proportional to the radius of the path. ഇവിടെ നോക്കുക, വെലോസിറ്റി ഇസ് ഈക്വൽ ടു q എന്ന് പറയുന്നത് ചാർജ് കോൺസ്റ്റന്റ് ആണ്, b എന്ന് പറയുന്നത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അതും കോൺസ്റ്റന്റ് ആണ്, ദെൻ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ അതും കോൺസ്റ്റന്റ് ആണ്. v is equal to a constant into radius എന്ന് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v proportional to r എന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. v is equal to qb/m, a constant into r. അതായത് v proportional to v is directly proportional to radius. റേഡിയസ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ വെലോസിറ്റി കൂടും. അപ്പോൾ ഇതിന് മാക്സിമം വെലോസിറ്റി കിട്ടുന്നത് എപ്പോഴായിരിക്കും? വിയുടെ മാക്സിമം വാല്യൂ പരീക്ഷയ്ക്കാണെങ്കിൽ ചോദിക്കാം. വിയുടെ മാക്സിമം വാല്യൂ v is equal to qb/m ഇൻറ്റു ഈ സ്മോൾ r എന്ന് പറയുന്ന റേഡിയസ് ഡിയുടെ റേഡിയസിന് ഈക്വൽ ആവും. ഡി നമ്മൾ കൺസിഡർ ചെയ്ത ഡിയുടെ റേഡിയസ് അത് ക്യാപിറ്റൽ r ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഡിയുടെ റേഡിയസ് ക്യാപിറ്റൽ r ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ v is equal to qb/m ഇൻറ്റു ക്യാപിറ്റൽ r എന്ന് പറയുന്ന കേസിൽ വിക്ക് നമുക്ക് മാക്സിമം വാല്യൂ ലഭിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കൈനറ്റിക് എനർജി കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ½ m ഇൻറ്റു ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന വിയുടെ വാല്യൂ നമ്മൾ qbr/m ഹോൾ². ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും k ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു q², qൻ്റെ സ്ക്വയർ, ബിയുടെ സ്ക്വയർ, r² ഡിവൈഡ്, പിന്നെ നമുക്ക് ഇവിടെ ഒരു m²/m എന്ന് വരും, m²/m എന്ന് വരും. അതിലെ ഒരു m ക്യാൻസൽ ആയി കഴിയുമ്പോൾ നമുക്ക് ½ q² b² r²/m എന്ന് നമുക്ക് ലഭിക്കും.
കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി 1/2 ഇൻറ്റു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ബൈ എം. കൈനറ്റിക് എനർജി ഈസ് മാക്സിമം വെൻ ദ റേഡിയസ് ഓഫ് ദ സ്പൈറൽ പാത്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ ഡിസ്ക്. എപ്പോഴാണ് കൈനറ്റിക് എനർജി മാക്സിമം ആകുന്നത്? റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് അല്ലെങ്കിൽ സ്പൈറൽ പാത്തിൻ്റെ റേഡിയസ് ഡിയുടെ റേഡിയസിന് ഈക്വൽ ആകുന്ന സമയത്ത്, അതായത് സ്മോൾ ആർ എന്ന് പറയുന്നതാണ് റേഡിയസ്, അത് ക്യാപിറ്റൽ ആർ ഡിയുടെ റേഡിയസിന് ഈക്വൽ ആകുന്ന സമയത്ത് മാക്സിമം കൈനറ്റിക് എനർജി നമുക്ക് ലഭിക്കും. മാക്സിമം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. കെ ഇ മാക്സിമം ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം. ഇത്രയും കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു അത് വരും ആർ സ്ക്വയർ, ക്യാപിറ്റൽ ആർ സ്ക്വയർ. സ്മോൾ ആറിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ആർ ആകുന്ന കേസിലാണ് കൈനറ്റിക് എനർജി മാക്സിമം ആകുന്നത്. കൈനറ്റിക് എനർജി മാക്സിമം ആകുന്നത് 1/2 ഇൻറ്റു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ബൈ എം. ഇനി സൈക്ലോട്രോണിൻ്റെ ഫ്രീക്വൻസി അത് നമ്മൾ പറയുന്നത്, അതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഇവിടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുകയാണ്. അതിന് പറയുന്ന പേര് സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്നാണ്. നമ്മളിപ്പോൾ നമുക്ക് കിട്ടി വെലോസിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ ഡിവൈഡ് ബൈ എം എന്ന് നമുക്ക് കിട്ടി, സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. ഇനി +1 നമ്മൾ പഠിച്ചിട്ടുണ്ട് റൊട്ടേഷണൽ മോഷൻ അതുപോലെ തന്നെ ലീനിയർ മോഷൻ. ഇത് തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്തുള്ള ലീനിയർ വെലോസിറ്റിയെയും ആംഗുലർ വെലോസിറ്റിയെയും നമുക്ക് റിലേറ്റ് ചെയ്തു. ലീനിയർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്, ആർ എന്ന് പറയുന്നത് സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ലീനിയർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾസോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ്. എഫ് എന്ന് പറയുന്നത് ഇവിടെ ഫ്രീക്വൻസിയാണ്. ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. വി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ആർ ഇൻറ്റു 2πf എന്ന് പറയുന്ന ഒരു വിയുടെ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ വിക്ക് ക്യൂ ബി ആർ ഡിവൈഡ് ബൈ എം. വിയുടെ രണ്ട് റിലേഷൻസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് ഫസ്റ്റ് റിലേഷൻ വി ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ ഡിവൈഡ് ബൈ എം. ദെൻ അടുത്തത് വി ഈസ് ഈക്വൽ ടു ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 2πf. ഇതിനെ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. ആർ ഇൻറ്റു 2πf ഇസ് ഈക്വൽ ടു ക്യൂ ബി ആർ ഡിവൈഡ് ബൈ എം. ഇതിന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഇതിന് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ആർ ക്യാൻസലായി പോകും. പിന്നെ നമുക്ക് 2π എന്ന് പറയുന്ന ടേമിനെ കൂടെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ബി ക്യൂ ഡിവൈഡഡ് ബൈ 2πm. എഫ് ഈസ് ഈക്വൽ ടു ബി ക്യൂ ഡിവൈഡഡ് ബൈ 2πm. ദിസ് ഈസ് കോൾഡ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. ഇതാണ് സർക്കുലർ പാത്തിലൂടെ അല്ലെങ്കിൽ സ്പൈറൽ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസി. ഇതിന് പറയുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. അപ്പോൾ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ നമ്മൾ പറഞ്ഞ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അതല്ലെങ്കിൽ സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെ റിലേഷൻ എഴുതാൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞ് എക്സാമിന് ക്വസ്റ്റ്യൻ വരാനുള്ള. അപ്പം സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏത് വിധമാണ്, ഇനി അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞ കൈനറ്റിക് എനർജിയുടെയും അതുപോലെ സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെയും എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാൻ. ഇതെല്ലാം എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺ. സൈക്ലോട്രോണിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ, സൈക്ലോട്രോൺ കനോട്ട് ബി യൂസ് ടു ആക്സിലറേറ്റ് അൺചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ്, ന്യൂട്രൽ പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ സൈക്ലോട്രോണിന് പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞു ചാർജ് ഉള്ള പാർട്ടിക്കിൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് ഇത് അട്രാക്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള പൊട്ടൻഷ്യലിലേക്ക്. ഇതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ നെഗറ്റീവ് ചാർജുള്ള ഡിയിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ നമ്മൾ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ പാർട്ടിക്കിളിന് സാധിക്കത്തില്ല. അതുകൊണ്ട് അത് സർക്കുലർ പാത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഡിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. ചാർജ് ഉള്ള വസ്തുക്കളെ മാത്രമേ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് സൈക്ലോട്രോൺ ഉപയോഗിച്ച് പറ്റത്തുള്ളൂ. ന്യൂട്രൽ പാർട്ടിക്കിൾസ്, ന്യൂട്രോണിനെയൊക്കെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് സൈക്ലോട്രോൺ ഉപയോഗിച്ച് സാധിക്കുന്നില്ല. അതുപോലെ രണ്ടാമത്തെയാണ് ഫുള്ളി ചാർജ് പാർട്ടിക്കിൾസ് ലൈക്ക് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾസ് ക്യാൻ ബി ആക്സിലറേറ്റഡ് ബൈ സൈക്ലോട്രോൺ. ചാർജ് ഉള്ള പാർട്ടിക്കിളിലും പ്രോട്ടോണ്, ന്യൂട്രോണ്, ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ മുതലായവയൊക്കെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് സൈക്ലോട്രോൺ ഉപയോഗിച്ച് സാധിക്കുന്നുള്ളൂ. എന്നാൽ ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്, പക്ഷേ ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം
ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ്. അപ്പോൾ മാസ് വളരെ കുറഞ്ഞ വസ്തുക്കളെ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് സൈക്ലോട്രോൺ ഉപയോഗിച്ച് സാധിക്കുന്നില്ല. അപ്പോൾ 2 ലിമിറ്റേഷൻസ് പറഞ്ഞു. ഒന്ന്, ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. രണ്ടാമത്, ചാർജ് ഉണ്ടെങ്കിൽ തന്നെ മാസ് വളരെ കുറവാണ്. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്, പക്ഷേ ഇലക്ട്രോണിനെ സൈക്ലോട്രോൺ ഉപയോഗിച്ച് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് വെരി സ്മോൾ. മാസ് വളരെ കുറഞ്ഞ കണികകളെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് സൈക്ലോട്രോൺ ഉപയോഗിച്ച് സാധിക്കുന്നില്ല. ഇല്ലെങ്കിൽ എക്സാമിന് വേറെ ചോദിക്കാം, ഇവിടെ കുറേ ചാർജ് പാർട്ടിക്കിൾസിൻ്റെ പേര് തരുന്നു. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ. ഇവയിൽ സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റാത്ത പാർട്ടിക്കിൾ ഏതാണ്? അതിൻ്റെ കാരണം എന്താണ്? ഇപ്പം ന്യൂട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ കാരണം അതിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ കാരണം അതിൻ്റെ മാസ് വളരെ കുറവാണ്. ഈ രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ സൈക്ലോട്രോൺ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എക്സാമിന് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഇതിൻ്റെ വർക്കിംഗ്, കൺസ്ട്രക്ഷൻ മുതലായവ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗം പഠിച്ചതിന് ശേഷം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ എങ്ങനെയാണ് ഇവിടേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡയറക്ഷൻ എത്രയൊക്കെയാണ്, ഏത് രീതിയിലാണ് ഈ ഡിയുടെ 2 ഡിസിലും D1ലും D2ലും ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് എങ്ങോട്ടാണ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ വ്യക്തമാകും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.